ഇലക്ഷൻ അടുത്തതോടെ ഇലക്ഷൻ്റെ ഫലസാധ്യതകളെക്കുറിച്ചുള്ള പല സൂചനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഓരോ സംസ്ഥാനത്തിൽ നിന്നും ഓരോ മുന്നണിക്കും എത്രത്തോളം വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇത് സംബന്ധിച്ച നിരവധി വിശകലനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ഇത്തരമൊരു വാർത്ത ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് പൊതുവേയുള്ള വിലയിരുത്തൽ. BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് 400 സീറ്റ് കിട്ടുമെന്നും തങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്ക് 370 സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രശാന്ത് കിഷോർ പറയുന്നത്, കോൺഗ്രസ്സിന് തിരിച്ചു വരണമെങ്കിൽ, അതായത് BJP പരാജയപ്പെടണമെങ്കിൽ അക്കാര്യം നമുക്ക് അടുത്ത ഇലക്ഷനിൽ നോക്കാം എന്നാണ് പറയുന്നത്. അതായത് 2024 ഇലക്ഷനിൽ BJP തന്നെയായിരിക്കും വരിക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ നമ്മുടെ മലയാള മനോരമയുടെ ഡൽഹി ലേഖകൻ ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും തയ്യാറാക്കിയൊരു ഓട്ടപ്രദക്ഷിണം, അതിനകത്ത് 400 സീറ്റ് നേടാനുള്ള തന്ത്രവുമായി BJP എന്ന് പറയുമ്പോഴും ഓരോ സംസ്ഥാനത്തും BJPക്ക് സാധ്യതകളില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്രങ്ങളിൽ വന്നത് രാഹുൽ ഗാന്ധി സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും അധികാരത്തിൽ വരും എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരമൊരു സാധ്യത പറഞ്ഞിരുന്നില്ല. അതായത് മോഡി സർക്കാർ അധികാരത്തിൽ വീണ്ടും തുടരും എന്ന് തന്നെയാണ് പൊതുവേ വന്നിരുന്നത്. അതിനനുസൃതമായിട്ടായിരുന്നു 2019 ഇലക്ഷനിലെ റിസൾട്ടും. 2014 BJP കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായാണ് 2019 BJP അധികാരത്തിൽ വന്നത്. പക്ഷേ കേരളത്തിലെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഇലക്ട്രോണിക് മാധ്യമം, മലയാളത്തിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണെങ്കിലും മലയാളത്തിലെ പ്രിൻ്റ് മാധ്യമങ്ങളാണെങ്കിലും അവർ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷം, അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഗുണമാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ളതിൻ്റെ ഗുണമാണ് 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് ലഭിച്ചതും LDFന് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നതും. കാരണം BJP എതിർക്കുന്ന LDFും UDFും കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരും എന്നുള്ളതുകൊണ്ട്, കോൺഗ്രസ് വരും എന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ വോട്ടർമാർ UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ പല തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും കോൺഗ്രസ്സിന് 100 സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു വിശകലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ മമതാ ബാനർജി പോലും 40 സീറ്റിനപ്പുറം കോൺഗ്രസ്സിന് കിട്ടില്ല എന്നാണ് പ്രവചിക്കുന്നത്. ഒരുപക്ഷെ അവരൊരു വിമർശന ബുദ്ധി പറഞ്ഞതാണെങ്കിൽ പോലും അതിൻ്റെ സൂചന കോൺഗ്രസ്സിന് അധികം സീറ്റ് കിട്ടില്ല എന്ന് തന്നെയാണ്. BJP 400 സീറ്റ് കിട്ടുമോ എന്നുള്ളത് എത്രത്തോളം ഫലപ്രദമാണ് അല്ലെങ്കിൽ പ്രായോഗികമാണ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ മനോരമയുടെ ലേഖകൻ ഡൽഹിയിലിരുന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും വിശകലനം ചെയ്യുന്നത് വളരെ രസാവഹമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ പരമാവധി സീറ്റ് BJP നേടിക്കഴിഞ്ഞു. UP കഴിഞ്ഞാൽ വലിയ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും ബീഹാറിലും കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുക എളുപ്പമല്ല. സത്യത്തിൽ ബീഹാറിൽ നിതീഷ് കുമാർ BJPയിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം BJP പല കക്ഷികളുമായി സഖ്യമുണ്ടാക്കി. മാഞ്ചിയുടെ പാർട്ടിയുമായിട്ടും നിഷാദ് പാർട്ടിയുമായിട്ടും LJPയുമായിട്ടൊക്കെ സഖ്യമുണ്ടാക്കി. നിതീഷ് കുമാറിൻ്റെയും RLDയുടെയും കോൺഗ്രസിൻ്റെ സഖ്യത്തെ നേരിടാനും അതിനെ മറികടക്കാനും പറ്റുന്ന തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു എക്സ്ട്രാ അഡീഷനായിട്ടാണ് നിതീഷ് കുമാർ BJP സഖ്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ BJPക്ക് ക്ലീൻ സ്വീപ്പ് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പ്രവചിക്കുന്നത്. പക്ഷേ നമ്മുടെ മനോരമ ലേഖകന് മാത്രം അത് ബോധ്യമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. BJPക്ക് കഴിഞ്ഞ തവണ 16 സീറ്റാണ് ബീഹാറിൽ നിന്ന് കിട്ടിയിരുന്നത്. ഇത്തവണ BJP 17 സീറ്റിൽ മത്സരിക്കുന്നു. 16 സീറ്റിൽ JDU മത്സരിക്കുന്നു. ഓരോ സീറ്റുകളിൽ BJPയുടെ ചെറിയ ചെറിയ കക്ഷികൾ മത്സരിക്കുന്നു. ബാക്കി സീറ്റുകളിൽ LJP മത്സരിക്കുന്നു. ഇതാണ് ബീഹാറിലെ സ്ഥിതി. പക്ഷേ മനോരമ ലേഖകന് മാത്രം അത് ബോധ്യമാവുന്നില്ല. ഇനി മഹാരാഷ്ട്രയിൽ നോക്കാം നമുക്ക്.
മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്ന മുന്നണി എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും തമ്മിലുള്ള സഖ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് 48-ൽ 41 സീറ്റും കിട്ടിയിരുന്നു. പക്ഷേ ശിവസേന BJPയിൽ നിന്ന് പോയി കോൺഗ്രസിൻ്റെ കൂടെ പോയി. കോൺഗ്രസ് ശിവസേന NCP സഖ്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് NCPയുടെയും ശിവസേനയുടെയും വലിയൊരു വിഭാഗം ഇപ്പോൾ BJPയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ളൊരു പ്രസ്താവന മാത്രമാണ്. അങ്ങനെ പറയാനുള്ള അടിസ്ഥാനപരമായ ഒരു വിശകലനങ്ങളും മനോരമയുടെ കൂട്ടത്തിലില്ല, അല്ലെങ്കിൽ മനോരമയുടെ കൈവശമില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPയാണ് വ്യാപകമായ തോതിൽ മഹാരാഷ്ട്രയിൽ വിജയിച്ചത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉള്ള ഒരു വാദമാണ് ഒന്ന് ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ വാദം BJP പരമാവധി സീറ്റ് നേടി എന്നുള്ളതാണ്. അങ്ങനെ പരമാവധി സീറ്റ് നേടിയ ചില സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മധ്യപ്രദേശിൽ 29 സീറ്റിൽ 28 സീറ്റ്, ഗുജറാത്തിൽ 26 രാജസ്ഥാനിലെ 25-ൽ 24, ഇതൊക്കെ BJP കിട്ടിയിരുന്നതാണ്. ഇതൊക്കെ പരമാവധിയാണെന്ന് പറയാം. പക്ഷേ ഇനിയും ഉത്തർപ്രദേശിൽ BJPക്ക് സീറ്റ് കൂടും. കാരണം അവിടെ 62 സീറ്റാണ് കിട്ടിയിരുന്നത് 80-ൽ. അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. 4-5 സീറ്റ് ഒഴികെയൊക്കെ BJPക്ക് കിട്ടാനാണ് ഇപ്പോഴത്തെ സാധ്യത. പക്ഷേ അതേപോലെ തന്നെയാണ് മനോരമ പറയുന്നത്. ജമ്മു കാശ്മീർ പ്രത്യേക പദവി പിൻവലിച്ചതും ക്ഷേമ പദ്ധതികളെ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണം. ജമ്മു ഉദ്ധംപൂർ സിറ്റിംഗ് സീറ്റുകളിൽ നില കോൺഗ്രസിനേക്കാൾ മെച്ചം. അത് മനോരമ തന്നെ സമ്മതിക്കുകയാണ്. 2 സീറ്റും BJPക്ക് കിട്ടും. പഹാഡികൾക്ക് പട്ടികവർഗ പദ്ധതി നൽകിയതിൽ ഗുജ്ജറുകൾക്ക് അനിഷ്ടം കാരണം അനന്ത്നാഗ് രജൌരിയിൽ BJP മത്സരിക്കാതെ ഗുലാം നബിയുടെ DPAPയെ പിന്തുണച്ചേക്കും. ശ്രീനഗറിലും ബാരാമുള്ളയിലും നാഷണൽ കോൺഫറൻസിന് മേൽക്കൈ. ലഡാക്കിൽ BJPയുടെ സിറ്റിംഗ് സീറ്റും സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ ജനം പ്രതിഷേധത്തിൽ. പക്ഷേ അവിടെ ഒരു പ്രവചനത്തിന് പോകുന്നില്ല. പക്ഷേ പൊതുവെയുള്ള വിലയിരുത്തൽ ജമ്മുവിലെ 2 സീറ്റും ലഡാക്കിലെ സീറ്റും BJPക്ക് തന്നെ കിട്ടുമെന്നാണ്. പഞ്ചാബ് 2019 അകാലിദളുമായ സഖ്യത്തിൽ 2 സീറ്റിലാണ് ജയിച്ചത്. ഇക്കുറി സഖ്യമില്ല. അത്രമാത്രമേ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. പക്ഷേ അവിടെ BJPക്ക് 4 സീറ്റ് കിട്ടും. അകാലിദളുമായി സഖ്യമില്ലാതെ തന്നെ 4 സീറ്റ് കിട്ടും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ചണ്ഡീഗഡിൽ പടലപ്പിണക്കം ശക്തം. പക്ഷേ ആര് ജയിക്കുമെന്നോ ആര് തോൽക്കുന്നോ പറയുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം BJP പടലപ്പിണക്കമാണ്, അതുകൊണ്ട് BJP ജയിക്കില്ലായിരിക്കുമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഹരിയാന സമ്പൂർണ്ണ വിജയം 10-ൽ 10 ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് സഖ്യകക്ഷിയായ JJPക്ക് സീറ്റിലെന്ന് BJP പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് ചില മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക ശ്രമകരമായി. കോൺഗ്രസിൽ നിന്നുള്ള നവീൻ ജിൻഡാലിനും സ്വതന്ത്രനായ സംസ്ഥാന മന്ത്രി രഞ്ജിത് സിംഗ് ചൗട്ടാലയ്ക്കും സീറ്റ് നൽകിയപ്പോൾ ഇത് വ്യക്തമായി. ഹിസാറിൽ തനിക്ക് പകരം രഞ്ജിത് സിംഗിന് ടിക്കറ്റ് നൽകിയതിൽ കുൽദീപ് ബിഷ്ണോയി കടുത്ത അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അവിടെയും BJPക്ക് സീറ്റ് കുറയുമെന്ന് പറയാൻ മനോരമക്കാരെ ധൈര്യം വരുന്നില്ല. ഹിമാചൽ പ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് നഷ്ടപ്പെട്ടതിനാൽ നിലവിൽ 3 സീറ്റ്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ 6 പേരെയും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയതോടെ പാർട്ടിയിൽ പ്രതിഷേധം. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ മണ്ഡിയിൽ നടി കങ്കണ റണൌട്ടിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മുറുമുറുപ്പ്. അപ്പം BJPയിലെ മുറിമുറുപ്പ് എഴുതി ചേർക്കുകയാണ് മനോരമയുടെ ലേഖകൻ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകൾ പറയുന്നത് 4-ൽ 4 സീറ്റും BJPക്ക് തന്നെ കിട്ടുമെന്നാണ്. ഡൽഹി പൂർണ്ണ വിജയം ആവർത്തിക്കാമെന്ന് 7-ൽ 7 BJP പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് ഇതുവരെ മുഖ്യ വിഷയം. അതുകൊണ്ട് തന്നെ കേജ്രിവാൾ എപ്പോൾ പുറത്തു വരും? ഭരണം ലഫ്റ്റനൻറ്റ് ഗവർണറെ ഏൽപ്പിക്കാൻ രാഷ്ട്രപതി തീരുമാനിക്കുമോ? AAPയുടെ അടുത്ത നേതാവ് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളെല്ലാം മറിച്ച് അത് ഒരു പരിധിവരെ AAPയുടെ അറസ്റ്റ് ഇതിനെ ബാധിക്കുമോ എന്ന ചോദ്യം വേണമെങ്കിൽ പ്രസക്തമാണെന്ന് പറയാം. പക്ഷേ ഡൽഹിയിൽ ഇപ്പോഴും AAP സംസ്ഥാന ഭരിക്കുന്ന സമയത്തും അവർക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അല്പം മേധാവിത്വം കിട്ടിയ സമയത്തും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് ഡൽഹിയിൽ 2019 തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. രാജസ്ഥാൻ മോഡിയുടെ പേരിൽ വൻ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തെ തുടർന്ന് നേതൃമാറ്റം വിമത ശബ്ദങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് MP രാഹുൽ കസ്വാൻ ഉൾപ്പെടെ ഏതാനും പേർ പാർട്ടി വിട്ടു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് എന്താണ് പറയുന്നത്? BJPക്ക് 25 സീറ്റ് നിലനിർത്താൻ പറ്റുമോ പറ്റില്ലയോ എന്നല്ല അദ്ദേഹം പറയുന്നത് ചില ഫാക്ട്സാണത്. ചില ആളുകൾ പാർട്ടി വിട്ടു. പക്ഷേ മറ്റേത് നേതൃമാറ്റത്തെക്കുറിച്ച് വിമത ശബ്ദങ്ങൾ ശക്തമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. UP
62-ൽ 78-ൽ 62. സഖ്യത്തിൻ്റെ ലക്ഷ്യം 80-ൽ 75 സീറ്റ്. അത് വളരെ കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മുഖ്യമന്ത്രി ആദിത്യനാഥും ചില കേന്ദ്ര നേതാക്കളുമായ ഉരസൽ പ്രകടമാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായി തനിക്ക് താല്പര്യമുള്ള ആളെ നിയോഗിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം BJPക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇതൊക്കെ ഒരു ഇന്നർ പാർട്ടിയിലെ ഒരു സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ്. ഇതിനകത്ത് UPയിൽ എത്ര സീറ്റ് കിട്ടുമെന്നോ, എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നോ, അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നതിന് വിരുദ്ധമായ ഘടകങ്ങൾ എന്താണെന്നോ, അനുകൂലമായ ഘടകങ്ങൾ എന്താണെന്നോ ഒരു വിശകലനവുമില്ല. സത്യത്തിൽ UP തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. UPയിൽ ഏറ്റവും അധികം രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനെക്കുറിച്ചുള്ളൊരു പരാമർശം പോലും നമ്മുടെ മനോരമ ലേഖകൻ UPയെക്കുറിച്ച് പറയുന്ന സമയത്ത് നടത്തിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അടുത്തത് ഉത്തരാഖണ്ഡ്. 5-ൽ 5, അതായത് നേരത്തെ കിട്ടിയിരുന്നത്. മോദിയുടെ പ്രതിച്ഛായയിൽ 2019 ആവർത്തിക്കാമെന്ന് പ്രതീക്ഷ. പാർട്ടിയുടെ ചുക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമയുടെ കയ്യിൽ ഭദ്രമെന്നും ഏക സിവിൽ കോഡ് പാസ്സാക്കിയ നേട്ടമെന്നും വിലയിരുത്തൽ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പോലും സംശയമില്ല. 5-ൽ 5 കിട്ടുന്നതിന് സംശയമില്ല എന്നാണ് ഇപ്പോൾ മനോരമ ലേഖകൻ ഇവിടെ സമ്മതിക്കുന്നത്. അത് അദ്ദേഹം പ്രകടമായിട്ട് എഴുതിയില്ല എന്ന് മാത്രം. ബീഹാർ 17-ൽ 17. JDU NDAയിലേക്ക് തിരിച്ചു വന്നെങ്കിലും 2019 വിജയം ആവർത്തിക്കാമെന്ന് BJPക്ക് പ്രതീക്ഷയില്ല. അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? BJPക്ക് പ്രതീക്ഷയുണ്ടെന്ന് BJP പറയുന്ന സമയത്ത് BJPക്ക് പ്രതീക്ഷയില്ല എന്ന് മനോരമ ലേഖകൻ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? സീറ്റ് വിഭജന തർക്കത്തിൽ RLP NDA വിട്ടു. മോദിയും രാമക്ഷേത്രവും ബീഹാറിൽ ചലനമുണ്ടാക്കില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വളരെ അത്ഭുതകരമായ ഒരു വിലയിരുത്തലാണ്. അതായത് മോഡി ചലനമുണ്ടാക്കില്ല എന്ന് BJP വിലയിരുത്തുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അങ്ങനെ ഒരു വിലയിരുത്തലും BJP നടത്തിയിട്ടില്ല. രാമജന്മഭൂമി ക്ഷേത്രം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു സംസ്ഥാനം ബീഹാറാണ്. അപ്പം ബീഹാറിൽ രാമജന്മഭൂമിയുടെ സ്വാധീനം ഉണ്ടാവും, മോഡിയുടെ സ്വാധീനം ഉണ്ടാവും. ജാർഖണ്ഡ് ഹേമന്ത് സോറൻ്റെ അറസ്റ്റുണ്ടായി. കോൺഗ്രസിൽ നിന്ന് ഗീതാ കൊടയും JMMൽ നിന്ന് സീതാ സ്വർണ്ണുമെത്തി. എങ്കിലും കാര്യമായ നേട്ടം പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രവർത്തനം തൃപ്തികരമെന്ന ദേശീയ നേതൃത്വത്തിന് വിലയിരുത്തലുമില്ല. അതും ഒരു പുതിയ കണ്ടുപിടുത്തലാണ്. അതായത് ജാർഖണ്ഡിലെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തി എന്ന് മനോരമ ലേഖകനോട് എപ്പോഴാണ് ദേശീയ നേതൃത്വം പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് വേദിയിലാണ് പറഞ്ഞത്? മധ്യപ്രദേശ് 29-ൽ 28. മോദിയുടെ പ്രതിച്ഛായയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടവും കാരണം 2019 വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷ. കോൺഗ്രസിൽ നിന്നുള്ള കൂറുമാറ്റം സജീവം. അപ്പോൾ അവിടെ അദ്ദേഹം സമ്മതിക്കുകയാണ് 2019 വിജയം നേടാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതിന് വിരുദ്ധമായ ഒരു വാദവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല. അടുത്തത് ഛത്തീസ്ഗഡ്. 11 സീറ്റിൽ 9 സീറ്റ് BJP കിട്ടിയിരുന്നു. മോഡി ഘടകവും നിയമസഭാ വിജയവും ഗോത്ര വോട്ടുകളും ചേർത്ത് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്നു. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ചില ഉരസലുകൾ ഒഴികെ കാര്യമായ പ്രശ്നങ്ങളില്ല. അപ്പം പ്രശ്നമുണ്ടോ എന്ന് ചകഞ്ഞു നോക്കുകയാണ് നമ്മുടെ മനോരമ ലേഖകൻ ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി മുതിർന്ന നേതാക്കൾ തമ്മിൽ ചെറിയ ഉരസലുകൾ ഉണ്ട് എന്നൊഴികെ മറ്റൊരു പ്രശ്നവുമില്ല. അവിടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് BJPയുടെ പ്രതീക്ഷ എന്നാണ് നമ്മുടെ ലേഖകൻ തന്നെ, മനോരമ ലേഖകൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ 29 സീറ്റ് മധ്യപ്രദേശിൽ നിന്നും കൂട്ടത്തിലുള്ള 11 സീറ്റ് ഛത്തീസ്ഗഡിൽ നിന്നും, അതായത് മുമ്പ് 40 സീറ്റ് മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന സമയത്ത് 40 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 29-11 ആ 29-ഉം 11-ഉം BJPക്ക് കിട്ടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇനി നമുക്ക് പശ്ചിമേന്ത്യയിലേക്ക് കടക്കാം. പടിഞ്ഞാറൻ മഹാരാഷ്ട്ര. സീറ്റ് വിഭജനം സുഗമമായില്ല. അത് രണ്ട് മുന്നണിയിലും സീറ്റ് വിഭജനം സുഗമമല്ല. പൂർണ്ണ ശിവസേനയുമായി ചേർന്ന്, അതായത് അവിഭക്ത ശിവസേനയുമായി ചേർന്ന് 2019 ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയില്ല. അപ്പോൾ 2019 41 സീറ്റാണ് കിട്ടിയത്. അതായത് 25 സീറ്റിൽ മത്സരിച്ച BJP 23 സീറ്റും 23-ൽ മത്സരിച്ച ശിവസേന 18 സീറ്റും, അങ്ങനെ 41 സീറ്റാണ് 48 സീറ്റിൽ മുന്നണിക്ക് കിട്ടിയത്. ആ നേട്ടം ആവർത്തിക്കാമെന്ന് BJPക്ക് തന്നെ പ്രതീക്ഷയില്ല എന്നാണ് മനോരമ ലേഖകൻ പറയുന്നത്. മോദി ഫാക്ടർ ഏശിലെന്ന് പാർട്ടി കരുതുന്ന മറ്റൊരു സംസ്ഥാനം. ഇതും വളരെ അത്ഭുതകരമായൊരു വിശകലനമാണ്. കാരണം മോദിയാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തെയും പ്രചാരകൻ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. മോദി ഫാക്ടർ ഏശില്ല എന്ന് വേണമെങ്കിൽ മനോരമയ്ക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെ BJP വിലയിരുത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അയഥാർത്ഥമായൊരു പ്രസ്താവനയാണ്. ഗുജറാത്ത് പൂർണ്ണ വിജയം ആവർത്തിക്കാമെന്ന് പ്രതീക്ഷ 26-26. എന്നാൽ പകുതിയോളം സിറ്റിംഗ് MPമാരെ മാറ്റിയുള്ള പരീക്ഷണത്തിന് പൂർണ്ണ സ്വീകാര്യതയില്ല. ടിക്കറ്റ് ലഭിച്ച 2 പേർക്ക് പ്രാദേശിക പ്രതിഷേധം കാരണം പിന്മാറേണ്ടി വന്നു.
അപ്പോൾ അതൊരു ചില സംഘടനാപരമായ പ്രശ്നങ്ങളാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, ആ സ്ഥാനാർത്ഥി എതിർപ്പുണ്ടായി. അപ്പോൾ എതിർപ്പുണ്ടായതിനെ തുടർന്ന് ആ സ്ഥാനാർത്ഥി പിന്മാറി. അപ്പോൾ പകരം സ്ഥാനാർത്ഥിയെ നിർത്തും. ഗുജറാത്തിലെ BJPയുടെ ലക്ഷ്യം എല്ലാ സ്ഥാനാർത്ഥികൾക്കും 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം. അപ്പം നിരവധി സ്ഥാനാർത്ഥികൾക്ക് 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും 26 സ്ഥാനാർത്ഥികൾക്കും 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അവിടെ വിജയത്തിനെക്കുറിച്ചുള്ള യാതൊരു സംശയവുമില്ല അതിനകത്ത്. ഗോവ സംസ്ഥാന ഘടകം നിർദ്ദേശിച്ച പേരുകൾ തള്ളിയാണ് സൗത്ത് ഗോവയിൽ പല്ലവി ഡംബോയെ സ്ഥാനാർത്ഥിയാക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. ടിക്കറ്റ് ലഭിച്ച ശേഷം പല്ലവി BJPയിൽ ചേർന്നു. 2029 മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് നോർത്ത് ഗോവയിലെ സിറ്റിംഗ് MP ആയ കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് വീണ്ടും വോട്ട് തേടുന്നത്. അതിനെക്കുറിച്ചും ഗോവയിലെ 2 സീറ്റും കിട്ടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ദാദ്ര നഗർ ഹവേലി, ദമൻ ദിയു. ദാദ്ര നഗർ ഹവേലിയിൽ ശിവസേന ഉദ്ധവ് സിറ്റിംഗ് MP കലാബൻ ധേൽക്കർക്ക് BJPയുടെ ടിക്കറ്റ് ആദ്യം ലഭിച്ചു. പാർട്ടി അംഗത്വം പിന്നാലെയും. 2021 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ കലാബനിലൂടെ സീറ്റ് പിടിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. ദമൻ ദ്വീപിൽ വിജയം ആവർത്തിക്കാമെന്ന് അത് അവർ അംഗീകരിക്കുന്നില്ല. ആ 2 സീറ്റും BJP കിട്ടുമെന്ന് മനോരമ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത്. കിഴക്ക് ബംഗാൾ പൗരത്വ നിയമം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. സീറ്റ് കൂടുമെന്നും. എന്നാൽ ആദ്യം കണ്ട ആത്മവിശ്വാസം സംസ്ഥാന ഘടകം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണ 42-ൽ 18 സീറ്റ് കിട്ടിയ BJP ഇത്തവണ 25 സീറ്റിൽ ഒരു കാരണവശാലും കുറയില്ലെന്നാണ്. പക്ഷേ മനോരമ പറയുന്നത് BJP സംസ്ഥാന ഘടകത്തിന് പോലും നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ല എന്നാണ്. മോദിയുടെ പ്രതിച്ഛായ സഹായകമാവുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ മോദിക്ക് പ്രതിച്ഛായയില്ല എന്ന് മനോരമയുടെ ഡൽഹി ലേഖകൻ എല്ലാ സംസ്ഥാനത്തും ഇവിടെ മോദിക്ക് പ്രതിച്ഛായയില്ല, ഇവിടെ പ്രതിച്ഛായയില്ല. അപ്പോൾ മോഡിയുടെ പ്രതിച്ഛായ അളക്കുന്ന എന്തോ ഒരു ഉപകരണമായിട്ടാണ് മനോരമയുടെ ലേഖകൻ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒഡീഷ 21-8 BJP സഖ്യനീക്കം പരാജയപ്പെട്ടു. കേന്ദ്രത്തിലെ ക്ഷേമ പദ്ധതികളുടെ ബലത്തിൽ 2019 സ്ഥിതി മെച്ചപ്പെടുത്താമെന്ന് പ്രതീക്ഷ. അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് പരാജയപ്പെട്ടതെന്നുള്ളൊരു വസ്തുതയാണ്. കാരണം BJP-BJD സഖ്യമുണ്ടാവണം എന്നുള്ളതായിരുന്നു താല്പര്യം. ചില സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായി. അതേപോലെ തന്നെ BJP സംസ്ഥാന ഘടകത്തിനും വലിയ താല്പര്യമില്ല. കാരണം പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ഒരു 14 സീറ്റെങ്കിലും 21 സീറ്റിൽ നേരത്തെ 8 കിട്ടിയിരുന്നത്. ഇത്തവണ ഒറ്റയ്ക്ക് നിന്നിട്ട് 14 സീറ്റും കിട്ടാം എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട്. അതുകൊണ്ട് BJD ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതുവരെ BJDക്കെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ പ്രതിരോധമൊക്കെ ഇല്ലാതാവും. അതുകൊണ്ട് സഖ്യം വേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം. ഏതായാലും പുരോഗതി, അതായത് 8-ൽ നിന്ന് കൂടും എന്ന് മനോരമ പറഞ്ഞത് വളരെ ആശ്വാസകരമാണ്. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഭരണത്തിലുള്ള സിക്കിം ക്രാന്തികാരി മോർച്ചയുമായി സഖ്യം കഴിഞ്ഞ ആഴ്ച പിരിഞ്ഞു. സിക്കിമിൽ തനിച്ച് മത്സരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ 2-2. കഴിഞ്ഞ തവണ 50% വോട്ട് ജയിച്ച 2 മണ്ഡലങ്ങളും നിലനിർത്താമെന്ന് BJPയുടെ പ്രതീക്ഷ. അവിടെയും മനോരമയ്ക്ക് പ്രതീക്ഷ കുറവില്ല. നാഗാലാൻഡിൽ 0-1 നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിക്ക് പിന്തുണ. മണിപ്പൂരിൽ 1-2. ഇന്നർ മണിപ്പൂരിൽ സിറ്റിംഗ് MP ആയ കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിനെ മാറ്റി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി T ബസന്തകുമാറിനെ പരീക്ഷിക്കുന്നു. ഔട്ടർ മണിപ്പൂരിൽ നാഗ പീപ്പിൾസ് ഫ്രണ്ടിന് പിന്തുണ. മിസോറാം കഴിഞ്ഞ തവണ 3ാമത്, ഇത്തവണയും വിജയപ്രതീക്ഷയില്ല. അസം മത്സരിക്കുന്ന 11 സീറ്റുകളും വിജയിക്കാമെന്ന് പ്രതീക്ഷ. എന്നാൽ പൗരത്വ നിയമത്തെ ചൊല്ലിയുള്ള പ്രക്ഷോഭം തിരിച്ചടിയാകുമെന്ന് ആശങ്കയുണ്ട്. 3 സീറ്റ് സഖ്യകക്ഷികളെ AGPക്കും UPയിലും നൽകി. 1-2 സീറ്റുകളിലൊഴികെ 14 സീറ്റിൽ 12 സീറ്റോ 13 സീറ്റ് വരെ കിട്ടാമെന്നാണ് ഹേമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. അതിൽ 3 സീറ്റ് ഘടകകക്ഷികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ത്രിപുര 2 സീറ്റാണ് ത്രിപുരയിലുള്ളത്. തിപ്രമോത്ത പാർട്ടിയായിട്ട് ഇപ്പോൾ സഖ്യമാണ്. ആ പാർട്ടി വലിയൊരു പാർട്ടിയാണ്. അതുകൊണ്ട് BJPക്ക് ഇത്തവണ അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് വരെ മനോരമ എഴുതിയാണ്. പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി BJP ആയിട്ട് സഖ്യമുണ്ടാക്കി. ഇപ്പോൾ അതുകൊണ്ട് BJPക്ക് സീറ്റ് ഉറപ്പിച്ച മട്ടാണെന്ന് തന്നെ മനോരമ സമ്മതിക്കുന്നുണ്ട്. വെസ്റ്റ് ത്രിപുരയിൽ സിറ്റിംഗ് MP ആയ കേന്ദ്രമന്ത്രി പ്രതിമ ഭൗമിക്കിന് പകരം രാജ്യസഭാംഗവും മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലവ് ദേവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. തിപ്ര നേതാവ് പ്രത്യുത് ധർമ്മൻ്റെ സഹോദരി കൃതി ദേവി സിംഗിനെ ഈസ്റ്റ് ത്രിപുരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് BJP പ്രവർത്തകർക്കിടയിൽ അനിഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനോരമ പറയുന്നത്. നമുക്കത് അവഗണിച്ച് തള്ളാം. തെലങ്കാന BRS ദുർബലമായത് നേട്ടമാക്കാമെന്ന് പ്രതീക്ഷ. പോരി BJPയും കോൺഗ്രസും തമ്മിലെന്ന് ഇരു പാർട്ടികളും പറയുന്നു. അപ്പം തെലങ്കാനയിൽ 17 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റിലാണ് BJP ഒറ്റയ്ക്ക് മത്സരിച്ചത്. അപ്പോൾ ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കാമെന്നാണ് BJPയുടെ കാൽക്കുലേഷൻ. ആന്ധ്രാപ്രദേശ് 24. സഖ്യത്തിലൂടെ നേട്ടം പ്രതീക്ഷിച്ചെങ്കിലും TDP നേതാവ് ചന്ദ്രബാബു നായിഡു വരച്ച വരയിൽ നിൽക്കേണ്ടി വന്നു. പാർട്ടി ടിക്കറ്റ് നൽകിയ 6 പേരിൽ 5 മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണെന്ന കാരണത്താൽ എതിർശബ്ദം രൂക്ഷം. അപ്പോൾ ഇതിൽ 2
വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, TDP പറഞ്ഞ സീറ്റിൽ BJP നിൽക്കേണ്ടി വന്നു. സത്യത്തിൽ BJP 6 സീറ്റാണ് ആവശ്യപ്പെട്ടത്. 25 സീറ്റിൽ 6 സീറ്റ് BJPക്ക് കൊടുത്തു. അവിടെ ചെറിയ താരതമ്യേന ദുർബലമായ പാർട്ടിയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ മനോരമ പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തിനെക്കുറിച്ച് പോരുണ്ടെന്നാണ് പറയുന്നത്. അത് പറയാനുള്ള അവകാശം മനോരമയ്ക്കുണ്ടതാണ്. അത് പോട്ടെ. കർണാടക 25-ൽ 27. തമ്മിലടിയും വിമതശല്യവും രൂക്ഷം. ചില സ്ഥാനാർത്ഥികളെ ചൊല്ലി പ്രാദേശിക പ്രതിഷേധമുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള യാത്രകളിലാണ് BS യെദ്യൂരപ്പ. ഇവിടെയും ഒന്നും പറയുന്നില്ല. അതായത് 2 സീറ്റിൽ 3 സീറ്റ് JDSന് കൊടുത്തിട്ടുണ്ട്. ബാക്കി 25 സീറ്റിൽ BJP മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ BJP 27 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റാണ് കിട്ടിയിരുന്നത്. 1 സീറ്റ് JDSനും 1 സീറ്റ് കോൺഗ്രസിനും കിട്ടി. ഇത്തവണ 3 സീറ്റ് JDSന് കൊടുത്തിട്ടുണ്ട്. BJP 25 സീറ്റിൽ മത്സരിക്കുന്നു. ഏതാണ്ട് എല്ലാ സീറ്റും വിജയിക്കുമെന്നതിനാണ് BJPയുടെ കണക്കൂട്ടൽ. തമിഴ്നാട് അണ്ണാ DMKയുമായുള്ള സഖ്യശ്രമം പരാജയപ്പെട്ടതോടെ ആവേശം തണുത്തു. കന്യാകുമാരിയിൽ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷ. ഒപ്പം വോട്ട് ശതമാനം കൂട്ടാമെന്നും കരുതുന്നു. സത്യത്തിൽ അണ്ണാ DMKയുമായിട്ട് സഖ്യം നേരത്തെ തന്നെ തെറ്റിയാണ്. അണ്ണാ DMKയുടെ സഖ്യത്തിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തിയില്ല. കാരണം അണ്ണാ DMKയുടെ തണലിലല്ലാതെ ഒറ്റയ്ക്ക് വളരാനാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. ഏതാണ്ട് 4-5 സീറ്റുകളിൽ BJP ശക്തമായ മത്സരമാണ്. പക്ഷേ മനോരമ പറയുന്നത് 1 സീറ്റിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്നാണ്. ഏതായാലും മനോരമയുടെ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കാണാം. പുതുച്ചേരിയിലെ കോൺഗ്രസിൽ നിന്ന് എത്തിയ ആഭ്യന്തരമന്ത്രി നമശിവായത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കടുത്ത മത്സരം നൽകാനാവുമെന്ന് മാത്രം പ്രതീക്ഷ. അപ്പം നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് തന്നെയാണ് ജയിക്കുക എന്നാണ് മനോരമ പറയുന്നത്. പക്ഷേ പൊതുവേ ദേശീയ മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത ആളുകളൊക്കെ പറയുന്നത് പുതുശ്ശേരിയിൽ BJPയുടെ സഖ്യകക്ഷിക്ക് ജയം എന്നാണ് പറയുന്നത്. ലക്ഷദ്വീപ് അജിത് പവാറിൻ്റെ NCPക്കാണ് ടിക്കറ്റ്. കേരളത്തിലെ കുറിച്ചാണ് ഏറ്റവും അധികം. കാരണം മനോരമ എന്ന് പറയുന്നത് വായനക്കാർ മൊത്തം കേരളീയരാണ്. ആ കേരളത്തെക്കുറിച്ച് മനോരമ കൊടുത്തിരിക്കുന്നത് മൂന്നാം ശക്തിക്ക് ഇടമില്ലാത്തിടത്തോളം കാലം പ്രതീക്ഷ വേണ്ടെന്ന വിലയിരുത്തലിൽ മാറ്റമില്ല. BJPയുടെ ഒരു നേതാവ് പോലും കേരളത്തിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് നേരത്തെ 2 അക്ക വോട്ടാണ്, ഇപ്പോൾ 2 അക്ക സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് 5 സീറ്റാണ് പറഞ്ഞത്. BJPയുടെ പ്രധാന നേതാക്കളൊക്കെ 3-4 സീറ്റ് കിട്ടുന്നതിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ മനോരമയ്ക്ക് മാത്രം മനോരമ BJPക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് മനോരമയുടെ അഭിപ്രായമാണ്. പക്ഷേ പ്രതീക്ഷ വേണ്ടെന്ന വിലയിരുത്തലിൽ മാറ്റമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സീറ്റ് കിട്ടില്ല എന്ന് BJPയുടെ വിലയിരുത്തലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഒരു അപകടകരമായ ഒരു വിലയിരുത്തലാണ്. അത് സത്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 2019 നേരിയ വോട്ടിനാണ് BJP തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങൾ, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്തൊക്കെ വളരെ ഗംഭീരമായ മത്സരമാണ് നടന്നത്. ഇതാണ് മനോരമയുടെ ഒരു വിലയിരുത്തൽ. അപ്പം 400 സീറ്റ് നേടാനുള്ള തന്ത്രമായി BJP എന്ന് പറയുകയും BJP എല്ലാ സംസ്ഥാനത്തും സീറ്റൊന്നും കിട്ടില്ല, ചില സംസ്ഥാനത്തൊക്കെ പരമാവധി സീറ്റ് നേടിക്കഴിഞ്ഞു, പിന്നെ മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊന്നും കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുക എളുപ്പമല്ല എന്നുള്ളൊരു വിശകലനം, ഒരു കോൺഗ്രസ്സുകാരൻ്റെ വിശകലനമാണ് മനോരമ നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.